നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിന്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. സിനിമാക്കാരൊരു നാട്ടുകാരുടെ മുമ്പിൽ അവരെല്ലാം പുച്ഛിക്കുന്ന രീതിയിലാവരുത്. നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിലുള്ളൂ. കഴിഞ്ഞ 9 വർഷമായി സിനിമയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ്. സംഘടനാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന ഒരു സംഭവങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ നമ്മുടേതായിട്ടുള്ള ചാനൽ, ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ മാത്രം ചാനലല്ല. ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം. സിനിമാ തിയേറ്ററാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് തെളിയിക്കുന്ന തുടരും ലോക പോലുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ട്രഷറർ ഉണ്ണി ശിവപാൽ മൂപ്പര് തേങ്ങയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉരുളും ഞാൻ ഇന്ന് അറിഞ്ഞത്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഇത്രയും വലിയ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് അങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിലുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് സംഘടനാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന ഒരു സംഭവങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ പാസ്റ്റ്. പക്ഷെ ഇന്നത്തെ ദിവസം ഗംഭീരമായൊരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. അതില് ഒരുപാട് പ്രാവശ്യവും ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റായ ശ്രീ അനിൽ തോമസ്. കാരണം അദ്ദേഹത്തിന് ഇതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിലും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലും തിയേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉള്ള ചർച്ചകളിൽ ഞങ്ങൾ സ്ഥിരം സംസാരിക്കാറുള്ള ആൾക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളവരെല്ലാവരും. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിന്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. അകത്ത് നിൽക്കുന്ന ആൾക്കാർ അറിയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും സംഘടനയുടെ ഒരാൾ പുറത്തു പോയി നിന്ന് കല്ലെറിയുമ്പോഴാണ് അതെന്താത്. പിന്നെ ഏതൊരു സംഘടനയുടെയും കാര്യങ്ങളെ നോക്കേണ്ടത് ആ ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ പിന്നെ അവരുടേതായ സ്റ്റാൻഡ് എടുക്കും. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനൊരു കൂട്ടായ്മ ഇന്ന് തുടങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാ സംഘടനയ്ക്കും അവരുടേതായിട്ടുള്ള രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്ന സ്ഥിതിക്ക് ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം. ആ ശബ്ദം മറ്റുള്ള അസോസിയേഷനിലേക്ക് കത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കണം. ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അസോസിയേഷനിൽ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട്, അതൊന്ന് പരിഹരിക്കണം. കാരണം ഇവിടുത്തെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്ന കാശ് മുടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് തന്നെയാണ്. അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നിടത്തു നിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്, നമുക്ക് ജോലി ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ക്രിയേഷൻ സൈഡ്, അതുപോലെ അതിന് തക്കതായിട്ടുള്ള കഥയും അതിന്റെ സംവിധാന രീതികളും മറ്റുള്ള ടെക്നിക്കൽ വശങ്ങളും എല്ലാമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള, ഇന്ന് മലയാള സിനിമയിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണുള്ളത്. അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകൾ, ഇതെല്ലാം കൂടി ഒത്തൊരുമിക്കുമ്പോഴാണ്. അതുപോലെ ഈ പറയുന്ന പോലെ ഈ തിരക്കഥാകൃത്തുക്കളും ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായി സ്ക്രീനിൽ അഭിനയിച്ച് ബലിപ്പിക്കുന്ന താരങ്ങൾ
എല്ലാവരോടും ചേരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമ. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ എല്ലാവർക്കും അവരവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷനിൽ ചർച്ച ചെയ്തിട്ട് മറ്റൊരു അസോസിയേഷനോട് പറയാനുണ്ടെങ്കിൽ അത് ഇതുപോലുള്ളൊരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് മുൻകൈ എടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇനി ഒരു വഴക്ക് നമ്മള് ശരിക്കും പറഞ്ഞപ്പോ മീഡിയയുടെ മുമ്പിൽ നിന്ന് ഇപ്പൊ മീഡിയാസിന് അത് കാരണം അവർ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്നതാണ്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും അതായിരിക്കും താല്പര്യം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ചിലപ്പോൾ ആരെങ്കിലും വന്ന് പ്രകോപിപ്പിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് പറയാനില്ലേ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശിച്ചെന്ന് പറയുന്നു. പക്ഷെ ഒരു സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നമ്മൾ ജനറൽ ബോഡി അവർക്കൊരു പവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വരാൻ പാടുള്ളൂ. അതിന് പ്രത്യേക ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരാണ് സംസാരിക്കുക. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് മലയാള സിനിമയിൽ കൂടുതൽ കാണുന്നത് വെച്ചാൽ ഏത് സംഘടനയിലെ ആളാണെങ്കിലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പുറത്തു പോയി പിന്നെ ചാനലിലൂടെ കാണുന്ന നമ്മളത് മാറ്റിയെടുക്കണം. ഞാൻ നിങ്ങളെ കുറ്റം പറയണമല്ല, മീഡിയനെ കുറ്റം പറയണമെന്നല്ല. മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു പോസിറ്റീവ് ഇതിലേക്ക്. കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പാട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം അത്രയും ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാതെ ഇതെല്ലാം നമ്മളുടെ ഒരു അഭിമാനമായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഈ മലയാള സിനിമ ഗംഭീരമായിട്ടുള്ള നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഈ ചിന്ത ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിന് ചുക്കാൻ പിടിച്ച കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എല്ലാ ഭാരവാഹികൾക്കും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനിക്കുന്ന ഫിയോക്കിന്റെ ഭാഗത്തു നിന്നാണ് ജനറൽ സെക്രട്ടറി വയ്ക്കുന്ന സോണി, അതുപോലെ മറ്റുള്ള ഭാരവാഹികൾ, എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. ഹാപ്പി ഓണം. താങ്ക് യു. ചേംബറിന്റെ പുതിയ ഭരണസമിതി വളരെ ആശാവഹമായ അഭിനന്ദനാർഹമായ ഒരു തുടക്കമാണ് കാഴ്ചവെച്ചത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാര്യം ഫിലിം ചേംബറിലേക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് പല സംഘടനകളും പ്രവർത്തിച്ച് പരിചയമുള്ളവരെയാണ് ഞങ്ങൾ പലരും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കൂടി അതിന്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴേ ഓരോ സംഘടനയും അതിന്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആരാകണം എന്ന് നിശ്ചയിക്കുമ്പോൾ തന്നെ അതിന് യോജിച്ച ജനറൽ സെക്രട്ടറി ആരായിരിക്കണം, ട്രഷറർ ആരായിരിക്കണം എന്ന് ഒന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിന് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കുന്നതാണ് പതിവ്. അത് ഇത്തവണ വളരെ അനുയോജ്യമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് നടന്നത്. അതായത് പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിന് യോജിച്ച് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ജനറൽ സെക്രട്ടറി ശ്രീ സോണി, അതിനോടനുബന്ധിച്ച് അവരോട് എല്ലാ കാര്യത്തിനും നിൽക്കത്തക്ക രീതിയിലുള്ള ട്രഷറർ ശ്രീ സെബാസ്റ്റ്യൻ, അതിനൊത്ത് എല്ലാ ഭരണസമിതി അംഗങ്ങളും. അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വളരെ ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കണ്ടത്. ഇനിയും മേലിൽ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അവരോടൊപ്പം ഫിയോക്കും കേരളത്തിലെ എല്ലാ എക്സിബിറ്റേഴ്സും കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഞാൻ നൽകുന്നു. അവരെ മേലിലുള്ള പ്രവർത്തനം നമുക്കറിയാം. കഴിഞ്ഞ 9 വർഷമായി സിനിമയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ്, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു മിനിസ്റ്റർ, ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ എന്റർടൈൻമെന്റ് ടാക്സ്, ഇപ്പൊ തന്നെ GSTയുടെ പുനഃസംഘടന നടന്നു. സിനിമാ മേഖലയ്ക്ക് ഒന്നും ലഭിച്ചില്ല. ഉപദ്രവമല്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്നുവരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല. അത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ, നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാൻ മുൻനിരയിൽ ചേംബർ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കൂടാതെ കഴിഞ്ഞ കുറെ നാളുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാര്യം, സിനിമ എന്ന് പറയുന്നതിന്റെ നിലനിൽപ്പ് സിനിമ തിയേറ്ററിൽ കൂടി മാത്രമാണ്. തിയേറ്ററിൽ വന്ന് സക്സസ് ആവുന്ന സിനിമയിൽ കൂടെ മാത്രമാണ് സിനിമയ്ക്ക് നിലനിൽപ്പുള്ളത് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വന്ന OTTയെ പോലുള്ള ചില സംഭവ വികാസങ്ങൾ താൽക്കാലികമായി ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിന്റെ പുറകെ ചിലരൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവരെല്ലാം ബോധ്യപ്പെടുത്തി സിനിമാ തിയേറ്ററാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് തെളിയിക്കുന്ന തുടരും
ലോക പോലുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. മേലിലും ആ രീതിയിലുള്ള ഉദ്യമം, സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മനസ്സിൽ കണ്ടെടുക്കുന്ന ഓരോ സിനിമയും ഇതുപോലെ അർഹിക്കുന്ന വിജയം നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി നീങ്ങി അതിന്റെ കഥയും സംഭവങ്ങളും ഉണ്ടാക്കി സിനിമാ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൂടി മാത്രമേ സിനിമാ തിയേറ്ററിൽ നിലനിൽപ്പുള്ളൂ. മേലിലും ഈ രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകട്ടെ. ഫിലിം ചേംബറും അതിനുവേണ്ടി ഉദ്യമിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എക്സിബിറ്റേഷൻ സൈഡിൽ നിന്ന് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ വർഷം എന്ന് പറഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രീന് ഒരു ഹിസ്റ്ററി, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് തോന്നുന്നു എലക്ഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏറിയ ഒരു മത്സരം നടന്നത്. സോ ഐ വോണ്ട് ടു സേ എല്ലാ സംഘടന, എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. എല്ലാവരും ഇവിടെ ഒരേ എന്താ പറയുക, ഒരു സ്ഥലത്ത് കാണുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഷോസ് ദാറ്റ് നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യമാണ്, സിനിമ. എങ്ങനെ അത് നന്നായിട്ട് ഒത്തൊരുമോടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതാണ് നമ്മൾ എല്ലാവരുടെയും ലക്ഷ്യം. സോ എന്തായാലും താങ്ക് യു സോ മച്ച്. എൻ്റെ ടീമാണ്, ചെറിയൊരു ടീം. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം. പിന്നെ പറയാണ് നമ്മളുടെ ജനറൽ സെക്രട്ടറി കുക്കു, വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ആൻഡ് ജയനേട്ടൻ, നമ്മുടെ ട്രഷറർ ഉണ്ണി ശിവപാൽ. മൂപ്പര് തേങ്ങയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉരുളുന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും തേങ്ങയായ ഉണ്ണി ശിവപാൽ ഇവിടെ ഉണ്ട്. ജോയിന്റ് സെക്രട്ടറി അൻസിബ, നമ്മുടെ മെയിൻ ആൾക്കാർ. ബാക്കി നമ്മുടെ എക്സിക്യൂട്ടീവില് ഇവിടുന്ന് അഞ്ജലി, ആശ അർവിന്ദ്, സവിയു, നീന, സിജോയ്, ഡോക്ടർ റോണി, കൈലാഷ് ആൻഡ് വിനു, പിന്നെ കുറച്ച് നമ്മുടെ ജോയ് ഏട്ടനും സന്തോഷും ടിനി ഏട്ടനും വന്നിട്ടില്ല. ബാക്കി തരൂ. സോ താങ്ക് യു. സപ്പോർട്ട് എപ്പോഴും വേണം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് നമ്മൾ PDC എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ എന്ന് പറഞ്ഞൊരു സംരംഭം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കീഴിൽ തുടങ്ങുകയും UFO ക്യൂബ് പോലുള്ള വമ്പൻ കമ്പനികളുമായിട്ട് മത്സരിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ 108 തിയേറ്ററുകൾക്ക് കണ്ടന്റ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞങ്ങളാണ് ഇതിൻ്റെ 3ാമത്തെ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു അസോസിയേഷനും ചെയ്യാത്ത കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ 2ാമത്തെ സംരംഭമാണ് വെള്ളിത്തിര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ. ഇത് നമ്മളൊരു ചെറിയൊരു തുടക്കമാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഒരു ശൈശവ ദിശയിലാണ്. അതെന്തായാലും വലിയ രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാനുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങളുടെ പ്രതിനിധികൾ വരുമ്പോൾ അവരെ പുറംകൈ കൊണ്ട് മാറ്റി നിർത്തരുതെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് എല്ലാവരോടും, പ്രത്യേകിച്ച് അമ്മയിലെ നമ്മുടെ സുഹൃത്തുക്കളോട്. പലരും ചെല്ലുമ്പോൾ ഒത്തിരി ചാനലുകാർ ചെല്ലുന്നു, എനിക്കറിയാം. നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ ഇവരെ പൊതിയാനായിട്ട് ഒത്തിരി ആൾക്കാർ വരും. പക്ഷെ വെള്ളിത്തിര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അവരുടെ ഇതോടുകൂടി വരും, ബാഡ്ജും കാര്യങ്ങളുമായിട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് നിങ്ങളുടെ. വേറെ ഒന്നുമല്ല, നമുക്കിതൊരു ഇത് ഇൻഡസ്ട്രിയുടെ ഒരു മൗത്ത് പീസായിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾക്കും പറയാനുള്ളത് അതിൽ കൂടെ പറയാം, നമ്മൾക്കെല്ലാം പറയാനുള്ളത്. ഇപ്പം വെളിയിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മളെക്കുറിച്ച്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ നമ്മുടേതായിട്ടുള്ള ചാനൽ, ഇത് പ്രൊഡ്യൂസേഴ്സിൻ്റെ മാത്രം ചാനലല്ല, ഇത് ഇൻഡസ്ട്രിയുടെ ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് എപ്പോൾ വേണം വിളിച്ച് നമുക്കതിനകത്ത് ന്യൂസ് കൊണ്ടുവരാം, അതിൻ്റെ അകത്ത് സിനിമ ന്യൂസ് വരാം, സിനിമയിലെ ഇൻ്റർവ്യൂകൾ, കാര്യങ്ങൾ, നിങ്ങളുടെ എന്ത് കാര്യങ്ങളും അതിൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അതൊരു വലിയ രീതിയിൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുവരണം. FK എന്നായാലും അമ്മയെന്നായാലും നമ്മുടെ മാക്ടേ എന്നായാലും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്കറിയാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുന്നെങ്കിൽ കൂടി ഇത് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഉണ്ടാവണം. അത് നമ്മുടെ ചാനലായിട്ട്, സിനിമ ഇൻഡസ്ട്രിയുടെ ചാനലായിട്ട്, ഒരു യൂട്യൂബ് ചാനലായിട്ട് നമുക്കത് കൊണ്ടുവന്ന് വലിയ രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കൂടാതെ എനിക്ക് 2 കാര്യം കൂടെ പ്രത്യേകിച്ച് അമ്മയോടും നമ്മുടെ ഇൻഡസ്ട്രിയോടും ഒക്കെ പറയാനുള്ളത്, അടുത്ത വർഷം
പ്രേം നസീർ സാറിന്റെ 100ാമത്തെ വർഷമാണ്, ബർത്ത്ഡേ. അത് നമുക്ക് വലിയ രീതിയിലൊരു സംഭവമായിട്ട് മാറ്റണം. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് തന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ള, ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വന്നിട്ടുള്ള നസീർ സാർ. ഇപ്പൊ ഇന്നത്തെ തലമുറ നസീർ സാറിനെ പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അവരൊക്കെ വരുന്നതിന് മുമ്പ് നസീർ സാർ മരിച്ചു. 1989 നസീർ സാർ മരിക്കുന്നത്. അപ്പം അദ്ദേഹം മരിച്ചിട്ടിപ്പം എത്രയോ വർഷങ്ങളായി. അപ്പൊ നസീർ സാറിന്റെ 100ാമത്തെ വർഷം എല്ലാവരും കൂടെ ചേർന്ന് ഇൻഡസ്ട്രി വളരെ ഗംഭീരമായ രീതിയിൽ അത് കൊണ്ടാടണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. അതുപോലെ 1928 വിഗതകുമാരൻ എന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് വന്നത്. 1938 ബാലൻ വന്നത് എങ്കിലും 1928 വിഗതകുമാരൻ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ സ്റ്റുഡിയോയിലാണ് തിയേറ്ററിലാണ് ആദ്യം റിലീസ് ചെയ്തത്. ക്യാപിറ്റൽ തിയേറ്ററിൽ നിന്നില്ല, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നേരെ ഫ്രണ്ടിലായിരുന്നു ക്യാപിറ്റൽ സ്റ്റുഡിയോ തിയേറ്റർ. അവിടെയാണ് അത് ആദ്യമായിട്ട് റിലീസ് ചെയ്തത്. അപ്പൊ ഈ 100 വർഷം 1928 അല്ലെങ്കിൽ 2028 100 വർഷം മലയാള സിനിമയുടെ 100 വർഷം വരികയാണ്. അത് നമ്മളൊരു ചരിത്ര സംഭവമാക്കി മാറ്റണം. അത് എന്നെന്നും ഓർമ്മിക്കാനുള്ള ഒരു സംഭവമായിട്ട് മലയാള സിനിമ അത് കൊണ്ടുവരണം. അതിന് നമ്മൾ ഇപ്പോഴേ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അടുത്ത 2 വർഷം കൊണ്ട് നമ്മൾ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സംഭവമാക്കി അത് മാറ്റണം. അത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനെ ആലോചിക്കാനായിട്ടുള്ള സമയമുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ഗവൺമെന്റിനെ അത് അറിയിക്കുക, കേന്ദ്ര ഗവൺമെന്റിനെയൊക്കെ അറിയിച്ചാൽ ഇതിന് ഒത്തിരി ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. എവിടെ നിന്നാണെങ്കിലും നമുക്കത് എത്തിക്കാൻ സാധിക്കും. അത് വലിയ രീതിയിൽ നമുക്കത് ചെയ്യണം. വലിയ സ്പോൺസേഴ്സിനെയൊക്കെ വെച്ച് വലിയ രീതിയിൽ അത് നമുക്ക് കൊണ്ടാടണം. 100 വർഷം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. നമ്മൾ ശരിക്കും 2013 നമ്മൾ ഇന്ത്യൻ സിനിമയുടെ 100 വർഷം നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നമ്മൾ മദ്രാസിൽ നടത്തി. അതൊരു വലിയ പ്രോഗ്രാമായിരുന്നു. അതിനെ വെല്ലുന്ന രീതിയിൽ നമുക്കൊരു പ്രോഗ്രാം നടത്തി. അത് നമുക്ക് സാധിക്കും. അപ്പൊ അതും കൂടെ ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല ഓണം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കൂട്ടായ്മ ഫിലിം ചേംബറിന്റെ പുതിയ ഭാരവാഹികൾ, അതായത് പ്രത്യേകം അനിലിനും സോണിക്കും നമ്മുടെ സെബാസ്റ്റിനും ഒക്കെ പ്രത്യേകം നന്ദി പറയണം. അവരുടെ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം തീരുമാനിച്ച് ഇങ്ങനൊരു സംഭവം ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിപ്പിക്കലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൂട്ടായ്മ എന്നും ഉണ്ടാവണം. എല്ലാവരും ഒരുമിച്ച് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന്, ഇപ്പൊ നേരത്തെ ഇവിടെ ദിലീപ് പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ ഈ ക്യാമറ കാണുമ്പോൾ ചെന്ന് നിന്ന് പറയരുത്. നമ്മൾ എപ്പോഴും നമ്മളെ ഇങ്ങനെ പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പറയൂ. അതിന് പകരം നമ്മൾ പറയാനുള്ളത് ക്യാമറയുടെ മുമ്പിൽ പബ്ലിക്കിന്റെ അടുത്തല്ല പറയേണ്ടത്. നമ്മുടെ ഇടയിൽ പറഞ്ഞത് തീർക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ തീർക്കണം. അതിനുള്ളൊരു സംവിധാനം കൂടെ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ എപ്പോഴും സിനിമാക്കാരൊരു നാട്ടുകാരുടെ മുമ്പിൽ അവരെല്ലാം പുച്ഛിക്കുന്ന രീതിയിലാവരുത്. നമ്മൾ എന്തായാലും നമ്മൾ ഇനി അങ്ങനെയുള്ള തീരുമാനം, ഇപ്പൊ ദിലീപ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവരും കൂടെ ഇത് കഴിഞ്ഞിട്ട് ഒരു കോർ കമ്മിറ്റി കൂടി നമുക്കൊന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. എല്ലാവർക്കും ഒരു നല്ല ഓണം ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.